പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു എസ് സജീവിൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം എത്തിയതിന് പിന്നാലെ 3 സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലം പത്തനാപുരം കുണ്ടയം കൊഴുവക്കാട് വടക്കേതിൽ ദിലീപ് മകൾ അലീന ദിലീപ് 22, കോട്ടയം ചങ്ങനാശ്ശേരി തകടിയേൽ അനിൽകുമാർ മകൾ അഷിത 22, കോട്ടയം അയർക്കുന്നം കോണ്ടാനൂർ വാലുമേൽ കുന്നേൽ മധുക്കുട്ടൻ മകൾ അഞ്ജന മധു 22 എന്നിവരെയാണ് വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇവരുടെ വീടുകളിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പരാതിയുമായി എത്തിയിരുന്നു. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും കാല് വേദനിക്കുന്നു പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വിളിച്ചെന്നും അമ്മ പറഞ്ഞു. സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു ആംബുലൻസിലാണ് മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും അമ്മ ആരോപിച്ചിരുന്നു. 1.5 മണിക്കൂറോളം ജനറൽ ആശുപത്രിയിൽ അമ്മുവിനെ കിടത്തി. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനും ശ്രമിച്ചില്ല. കൂടെ വന്ന സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ ആരും വ്യക്തമായി മറുപടി പറഞ്ഞില്ലെന്നും ആരോപിക്കുന്നു. എന്താണ് ചികിത്സ കൊടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ കോട്ടയത്തേക്ക് റെഫർ ചെയ്തിരിക്കുമെന്നായിരുന്നു മറുപടി. അമ്മു കെട്ടിടത്തിൽ നിന്ന് വീണു എന്ന് വിദ്യാർത്ഥികൾ വിളിച്ചു പറഞ്ഞത് 4:30-ക്കാണെന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞു. നിലവിൽ അമ്മുവിന്റെ മരണത്തിൽ അന്വേഷണത്തിന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു. അന്വേഷണം നടത്താൻ ആരോഗ്യ സർവകലാശാലയ്ക്കാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചുറ്റിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥിനിയായ തിരുവനന്തപുരം സ്വദേശി അമ്മു എസ് സജീവ് 22 വെള്ളിയാഴ്ചയാണ് താഴെവെട്ടിപ്പുറത്തുള്ള സ്വകാര്യ വനിതാ ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം. അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും സഹപാഠികളിൽ നിന്നും മാനസിക പീഡനമുണ്ടായെന്നും സഹോദരൻ പറഞ്ഞിരുന്നു. റാഗിങ്ങും വ്യക്തിഹത്യയും സ്ഥിരമായി നേരിട്ടുന്നതായും അമ്മുവിന്റെ മുറിയിൽ സഹപാഠികൾ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചുവെന്നാണ് കുടുംബം ആരോപിച്ചത്. അധ്യാപകരും ഇതിന് കൂട്ടുനിന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു. അതേസമയം കോളേജിലെ പ്രശ്നങ്ങൾ, രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ തുടർ നടപടിയടക്കം എല്ലാത്തിനും വിശദമായ അന്വേഷണം നടത്തുമെന്നും അന്വേഷണത്തിന് 4-അംഗ സമിതി നിലവിലുണ്ടെന്നും ആരോഗ്യ സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നുമേലും പറഞ്ഞു.